സൗദി അറേബ്യയിൽ ഇന്നലെ രാത്രി മുതലുണ്ടായ ആക്രമണ സംഭവങ്ങളും ഒപ്പം അതിന് പിന്നാലെ രാജ്യത്തെ വിമാന സർവീസുകളിലുണ്ടായ ഒരു പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ തന്നെ സൗദിയിലെ റിയാദിലേക്കും ഒപ്പം കിഴക്കൻ പ്രവിശ്യയുടെ ചില ഭാഗങ്ങളിലേക്കും റിയാദിലെ തന്നെ അൽഖർജ് ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലേക്കുമെല്ലാം തന്നെ ആക്രമണ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിൽ സൗദി ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇനി ആക്രമണം ഉണ്ടാകില്ല എന്ന് ഇറാൻ പ്രസിഡന്റിന്റെ ഒരു പ്രസ്താവന ഇന്നലെ വന്നിരുന്നു. അതിനു പിന്നാലെ ആ പ്രസ്താവനക്കെതിരെ ഇറാൻ അകത്തു തന്നെ ആഭ്യന്തരമായി വലിയ തോതിലുള്ള വിമർശനങ്ങളും അഭിപ്രായ ഭിന്നതകളും പുറത്തുവന്നു. തൊട്ടു പിന്നാലെ ഇറാനിലെ സൈന്യം ഈ പ്രതികരണത്തിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. അതിനു പിന്നാലെ ഇന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രി ഇതിലൊരു വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതിലവർ പറയുന്നത് ഗൾഫ് രാജ്യങ്ങളുടെ മണ്ണിൽ US താവളങ്ങളും US കേന്ദ്രങ്ങളും നിലനിൽക്കുമ്പോഴും അവർക്കെതിരായ ആക്രമണം തുടരും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഈ രാജ്യങ്ങളെ ആക്രമിക്കുമെന്നല്ല, പകരം ഈ രാജ്യങ്ങളിലെ US കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കും എന്നുള്ളതാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ വരെയുള്ള സമയങ്ങളിൽ വൻതോതിലുള്ള ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ സൗദി അറേബ്യയിലേക്ക് നടന്നിരിക്കുന്നത്. അതിൽ തന്നെ എടുത്തു പറയേണ്ട കാര്യം, സമീപ ദിവസങ്ങളിൽ റിയാദ് നഗരത്തിനകത്തേക്ക് ഇത്രയധികം ഡ്രോണുകൾ ഒന്നിച്ച് എത്തുന്നത് ആദ്യമായിട്ടാണ്. ഈ ഡ്രോണുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഈ ഡ്രോണുകൾ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കാണുന്ന ഡ്രോണുകളല്ല, ഏതാണ്ട് ഒരു ചെറു വിമാനത്തിന്റെ വലിപ്പത്തിലുള്ളതാണ് ഈ ഡ്രോണുകളുടെ വലിപ്പം എന്ന് പറയുന്നത്. ഏതാണ്ട് 2.5 മീറ്ററോളം നീളം ഇതിനുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഏതായിരുന്നാലും ഇത് ഷാഹിദ് എന്ന് പറയുന്ന ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണത്തിന് ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച ഡ്രോണുകളാണ്. ഇവയാണ് റിയാദിലേക്ക് എത്തിയത്. ഇവ ഭൂരിഭാഗവും തകർത്തിട്ടുണ്ട്. ഇവ ലക്ഷ്യം വെച്ചത് റിയാദിലെ DQ എന്നറിയപ്പെടുന്ന ഡിപ്ലോമാറ്റിക് ക്വാർട്ടർ മേഖലയിലേക്കാണ് ഭൂരിഭാഗവും എത്തിയത്. ഇതിൽ തന്നെ ഈ ആക്രമണം നടക്കുന്ന സമയത്ത് തൊട്ടു പിന്നാലെ റിയാദിലെയും ദമാമിലെയും എല്ലാം തന്നെ വിമാന സർവീസുകൾ താൽക്കാലികമായി ആ സമയം നിർത്തിവെച്ചിരുന്നു. ഇവ ഈ സമയം വരെ പൂർണ്ണ തോതിൽ പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് രാത്രി ഉള്ള സമയത്ത് കോഴിക്കോട്ടേക്കുള്ള ഫ്ലൈനാസ് ഉൾപ്പെടെയുള്ള വിമാനത്തിൽ യാത്രക്കാരെ പ്രവേശിപ്പിക്കുകയും പിന്നീട് അവരെ തിരിച്ചിറക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സാഹചര്യം നിലവിലെ അവസ്ഥയിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ സൗദിയിലെ പ്രവാസികളുമായി പങ്കുവെക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശ്യം. ഒന്നാമത്തേത്, കഴിഞ്ഞ ദിവസങ്ങളിൽ നാട്ടിലേക്ക് പുറപ്പെടാൻ വേണ്ടി വിമാനത്താവളങ്ങളിലേക്ക് പോവുകയും അവിടെ കുടുങ്ങിക്കിടക്കുന്ന നിരവധി ആളുകൾ ഇപ്പോഴും ഉണ്ട്. അതിൽ തന്നെ റിയാദിൽ നിന്നും നാട്ടിലേക്ക് പോകേണ്ടിയിരുന്ന സൗദി എയർലൈൻസ് വിമാനത്തിൽ പോയവർ വിമാനത്താവളത്തിനകത്ത് കുടുങ്ങിപ്പോയ ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഈ വിമാനം അവസാന നിമിഷം വന്ന ഒരു റദ്ദാക്കൽ കാരണമാണ് സ്വാഭാവികമായിട്ടും ആളുകൾ അതിനകത്ത് കുടുങ്ങിപ്പോയത്. അതുകൊണ്ട് നിലവിലെ സ്ഥിതിയിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കണമെന്ന് കരുതുകയാണ്. അതിൽ ഒന്നാമത്തേത്, പെരുന്നാൾ സീസണാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തേത്, പല ആളുകളും സന്ദർശക വിസകളും ഉംറ വിസകളും കാലാവധി തീരുന്ന ഒരു ഘട്ടത്തിൽ നാട്ടിലേക്ക് മടങ്ങുന്നുമുണ്ട്. അതുകൊണ്ട് ഈ ഒരു സമയം യാത്രക്ക് ഉചിതമാണോ എന്ന് പലരും അന്വേഷിക്കുന്നുണ്ട്. അവരോട് ഒറ്റ വാക്കിൽ പറയാനുള്ള ഉത്തരം, യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ എപ്പോഴും യാത്രകളിൽ തടസ്സം നമ്മൾ പ്രതീക്ഷിക്കണം. അത് നാട്ടിലേക്ക് പോകുമ്പോഴും നാട്ടിൽ നിന്ന് മടങ്ങുമ്പോഴും സമാനമായ സ്ഥിതിവിശേഷം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അതിൽ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പല വിമാനങ്ങളും നിലവിൽ പൂർണ്ണമായും നിറഞ്ഞാണ് നാട്ടിലേക്ക് പോകുന്നത്. എന്ന് വെച്ചാൽ സീറ്റുകൾ നിലവിൽ ബാക്കിയില്ലാതെയാണ് പെരുന്നാൾ കൂടി അടുത്ത സാഹചര്യത്തിൽ വിമാനങ്ങൾ നാട്ടിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും കാരണവശാൽ ഒരു വിമാനം റദ്ദായി കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസങ്ങളിലേക്ക് യാത്രക്ക് ടിക്കറ്റ് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. അതിൽ ഒന്നാമതായി പറയാനുള്ള കാര്യം, സന്ദർശക വിസകളിലും ഉംറ വിസകളിലും രാജ്യത്തുള്ളവർ അവസാന നിമിഷത്തേക്ക് യാത്ര മാറ്റിവെക്കരുത്. കുറഞ്ഞത് 2 ദിവസം മുമ്പെയെങ്കിലും സൗദിയിൽ നിന്നും മടങ്ങുവാൻ അവർ പരമാവധി ശ്രമിക്കണം. സാധാരണ രീതിയിൽ തടസ്സമൊന്നുമില്ലാതെ നാട്ടിലേക്ക് പോകാൻ കഴിയും. പക്ഷേ അവസാന നിമിഷത്തേക്ക് വെച്ചു കഴിഞ്ഞാൽ വിമാനത്താവളത്തിനകത്ത് കുടുങ്ങി കഴിഞ്ഞാൽ ഒരു പക്ഷേ ബോർഡിംഗ് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് പോകാനായിരിക്കും. പക്ഷേ ചില സമയങ്ങളിൽ ആളുകളെ തിരിച്ച് രാജ്യത്തിന് പുറത്തേക്ക് തന്നെ പ്രവേശിപ്പിക്കും. ഇത്തരം ഘട്ടങ്ങളിലാണ് പ്രയാസം നേരിടേണ്ടി വരിക. അതുകൊണ്ട് ഈ ഉംറ വിസയിലും ഒപ്പം തന്നെ സന്ദർശക വിസയിലും ഉള്ളവരോട് പറയാനുള്ളത്, നിങ്ങൾ പുറപ്പെടുന്നതിന് മുന്നേ തന്നെ വിമാനം റദ്ദായി കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസങ്ങളിലേക്ക് നമുക്ക് പെട്ടെന്ന് വിമാനം കണ്ടെത്തുക അസാധ്യമായിരിക്കും. ഉംറ വിസയുടെ രീതി അനുസരിച്ച് പരമാവധി 90 ദിവസമാണ് അതിൽ കഴിയാൻ കഴിയുക എന്നുണ്ടെങ്കിലും
പലപ്പോഴും 87 ദിവസം വരെയാണ് ഉംറ വിസകളിൽ ലഭിക്കാറുള്ളത്. ഇക്കാര്യം നേരത്തെ മീഡിയ വൺ തന്നെ ഉംറ കമ്പനികളെ ഉദ്ധരിച്ചുകൊണ്ട് പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് പരമാവധി 85 ദിവസം പൂർത്തിയാകുമ്പോഴെങ്കിലും മടങ്ങുകയായിരിക്കും നിലവിലെ സാഹചര്യത്തിൽ ഉചിതമാവുക. രണ്ടാമത്തേത്, സന്ദർശക വിസയിലുള്ളവരോടും പറയാനുള്ളത് സമാനമായ സാഹചര്യമാണ്. അവസാന നിമിഷത്തേക്ക് യാത്ര മാറ്റിവെക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകരുത്. ഏതെങ്കിലും കാരണവശാൽ വിമാനം റദ്ദാവുകയും വിമാനത്താവളത്തിലേക്ക് നമുക്ക് എത്താതിരിക്കുകയും കഴിയുന്ന സ്ഥിതിവിശേഷം ഉണ്ടായാൽ കാര്യങ്ങൾ കൂടുതൽ പ്രയാസത്തിലേക്ക് പോവുകയും ചെയ്യും. രണ്ടാമത്തേത്, ഈ സമയം വെക്കേഷൻ പ്ലാൻ ചെയ്യുന്ന പലരും ഉണ്ടാകും. പ്രത്യേകിച്ച് പെരുന്നാൾ കൂടി അടുത്ത സാഹചര്യത്തിൽ പ്രവാസികളായ പല സുഹൃത്തുക്കളും നാട്ടിലേക്ക് പോകുന്നുണ്ട്. അവർ പലപ്പോഴും നമ്മളോട് അന്വേഷിക്കുന്നത് ഈ സമയം നാട്ടിലേക്ക് പോയാൽ കുടുങ്ങിപ്പോകുമോ എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ ഏറ്റവും ഉചിതമായ ഒന്നല്ല യാത്ര. ഏത് സമയവും യാത്രയിൽ തടസ്സം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ സ്ഥിതിവിശേഷം കൂടുതൽ എസ്കലേറ്റ് ആയി പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. നിലവിലെ സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങൾക്കെതിരായ ആക്രമണം അല്ലെങ്കിൽ അവിടെയുള്ള US കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണം തുടരുമെന്ന് ഇറാൻ കൂടി പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ ഇത് എങ്ങോട്ടേക്കാണ് നീങ്ങുക എന്നുള്ളത് നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യം തിരിച്ചടിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു സ്വഭാവവും രീതിയുമെല്ലാം തന്നെ മാറിപ്പോകും. അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകരുത് എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം. പക്ഷേ സ്ഥിതിവിശേഷം നിലവിൽ ഗുണകരമായല്ല പോകുന്നത്. ഇറാനകത്തുള്ള ഏതാണ്ട് 80% മിസൈൽ ലോഞ്ചറുകളും കേന്ദ്രങ്ങളും തകർത്തു എന്ന് പറയുമ്പോഴും ഇന്നിപ്പോൾ ഏതാണ്ട് കൃത്യമായി ഇസ്രായേലിനകത്തേക്ക് ആക്രമണം നടത്തുവാൻ ഇന്നും ഇറാന് സാധിച്ചിട്ടുണ്ട്. ഏതാണ്ട് 7 മിസൈലുകൾ, അതിൽ തന്നെ ക്ലസ്റ്റർ ബോംബുകൾ ഘടിപ്പിച്ച മിസൈലുകൾ ഇസ്രായേലിനകത്തേക്ക് പ്രവേശിക്കുകയും അവിടെ പതിക്കുകയും 6 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. ഇതിനു പുറമെ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഇറാൻ അനുകൂല കക്ഷികൾ ഈ യുദ്ധത്തിൽ നേരിട്ടിടപെടുകയും ഇന്ന് 2 ഇസ്രായേൽ സൈനികരെ വധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് യുദ്ധം ഏതെങ്കിലും നിലക്ക് പെട്ടെന്ന് അവസാനിക്കുന്ന ഒരു സ്ഥിതിയിലേക്കല്ല പോകുന്നത്. അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു രാഷ്ട്രീയ കാരണം കൂടി പറയാം. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എന്ന് പറയുന്നത് ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടായിട്ടാണ് അവർ കാണുന്നത്. എന്ന് വെച്ചാൽ അവരുടെ രാജ്യത്തിന് ഭീഷണിയായിട്ടാണ് ഇറാനെ കാണുന്നത്. അതുകൊണ്ട് ട്രംപ് പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്ന ഘട്ടത്തിലേക്ക് പോകുമെന്നുള്ളത് നമുക്ക് ഇപ്പോൾ പ്രതീക്ഷിക്കാൻ കഴിയില്ല. പരമാവധി ഇറാനെ ക്ഷയിപ്പിക്കാനുള്ള നീക്കമായിരിക്കും ഇസ്രായേൽ നടത്തുക. ഇറാനും സമാനമായ രീതിയിൽ തന്നെ അവരുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട യുദ്ധത്തിലാണ് ഇപ്പോഴുള്ളത്. ഈ യുദ്ധത്തിൽ പരമാവധി തിരിച്ചടി ഇറാന്റെ ഭാഗത്തുനിന്നും ഇസ്രായേലിനും US കേന്ദ്രങ്ങൾക്കുമെതിരെ ഉണ്ടാകുമെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഈ ഒരു സ്ഥിതിവിശേഷത്തിൽ കാര്യങ്ങൾ ഈ ചോദിക്കുന്ന രൂപത്തിൽ തന്നെ യാത്ര ഗുണകരമാകുമോ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി ഏതെങ്കിലും കാരണവശാൽ നമ്മൾ യാത്രയുമായി മുന്നോട്ട് പോകുകയാണ് എന്ന് തന്നെ കരുതുക. പ്രത്യേകിച്ച് സന്ദർശക വിസയിലൊക്കെയുള്ള കുടുംബങ്ങളെ വിമാനത്താവളത്തിലേക്ക് പറഞ്ഞയക്കുന്നവരുടെ ശ്രദ്ധയിലേക്കാണ്. പലപ്പോഴും കുടുംബം ഒറ്റയ്ക്കായിരിക്കും യാത്ര ചെയ്യുക. ഈ സാഹചര്യത്തിൽ വിമാനം റദ്ദാവുകയോ ക്യാൻസൽ ആവുകയോ ഒക്കെ ചെയ്യുന്ന പശ്ചാത്തലത്തിൽ പലപ്പോഴും കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ അതിനകത്ത് പ്രയാസപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. യുദ്ധ പശ്ചാത്തലത്തിൽ സാധാരണ രീതിയിൽ ഒറ്റയടിക്ക് വിമാനം റദ്ദാവുന്നത് പോലെയുള്ള ഒരു സഹായമോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഭക്ഷണം ഉൾപ്പെടെ വെള്ളം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എല്ലാവർക്കും എത്തിച്ചുകൊള്ളാൻ ഈ എയർലൈനുകൾക്ക് സാധിച്ചു കൊള്ളണം എന്നില്ല. കാരണം ഒരു സമയം ഒരു വിമാനമാകില്ല റദ്ദാവുന്നത്. പല വിമാനങ്ങൾ പല സ്ഥലങ്ങളിലായി റദ്ദാവുകയും പല വിമാനങ്ങൾക്ക് ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്യും. ഇന്നലെ രാത്രി തന്നെ ഏതാണ്ട് മണിക്കൂറുകൾ വട്ടമിട്ട് ആകാശത്ത് പറന്നിട്ടും റിയാദിൽ ലാൻഡ് ചെയ്യാനാകാതെ പല വിമാനത്താവളങ്ങളിലേക്കും പിരിഞ്ഞുപോയ വിമാനങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്നിച്ച് വിമാനം റദ്ദാകുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിച്ചതുപോലെ ഭക്ഷണമോ വെള്ളമോ ലഭിക്കാത്ത സാഹചര്യം മണിക്കൂറുകൾ നീണ്ടേക്കാം. അഥവാ അവർ വിമാനത്താവളത്തിന് പുറത്തേക്ക് നമ്മളെ മറ്റൊരു വിമാനം ലഭിക്കുന്ന സാഹചര്യം നിലനിൽക്കെ പുറത്തേക്ക് വിടുകയും ചെയ്യില്ല. അതുകൊണ്ട് പ്രവാസി സുഹൃത്തുക്കളോട് പറയാനുള്ളത്, കുടുംബങ്ങളെ പറഞ്ഞയക്കുമ്പോൾ വിമാനത്താവളത്തിനകത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ അവരുടെ കയ്യിൽ മതിയായ റിയാൽ അല്ലെങ്കിൽ കാശ് നൽകിയിരിക്കണം. മാത്രവുമല്ല ആവശ്യത്തിന് വേണ്ട ഭക്ഷണ വസ്തുക്കൾ, അത് ഫ്രൂട്ട്സായോ അല്ലെങ്കിൽ മറ്റു ഭക്ഷണ രൂപത്തിലായോ അവരുടെ കയ്യിൽ അവരുടെ ഹാൻഡ് ബാഗിൽ കരുതുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ കാണേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് അവരുടെ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അവശ്യ വസ്തുക്കൾ കരുതണമെങ്കിൽ അതും ഹാൻഡ് ബാഗിൽ കരുതേണ്ടതുണ്ട്. ഈ ഒരു സ്ഥിതിവിശേഷം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ആവർത്തിച്ച് പറയുന്നത്, പല പ്രവാസികളും സമാനമായ രീതിയിൽ പ്രയാസങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഫോണുമായി ബന്ധപ്പെട്ടാണ്. ഇങ്ങനെ വിമാനത്താവളങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നവരുടെ കയ്യിൽ അവരുടെ ചാർജർ കൃത്യമായും ഹാൻഡ് ബാഗിൽ സൂക്ഷിക്കുവാനും
കഴിയുമെങ്കിൽ പവർ ബാങ്ക് കയ്യിൽ സൂക്ഷിക്കുവാനും ഒപ്പം തന്നെ അവരുടെ കയ്യിൽ അവരുടെ ഫോണിൽ കൃത്യമായി റീചാർജും ഇന്റർനെറ്റ് സംവിധാനവും ഉണ്ട് എന്ന് ഉറപ്പാക്കി വേണം പറഞ്ഞേക്കാൻ. പല പ്രവാസി സുഹൃത്തുക്കളും നാട്ടിലേക്ക് മടങ്ങുമ്പോൾ സിമ്മ് ഊരിവെച്ച് അല്ലെങ്കിൽ സിമ്മ് ഒഴിവാക്കിയാണ് നാട്ടിലേക്ക് പോകാറുള്ളത്. അതൊരു പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അബദ്ധമാകും. പ്രത്യേകിച്ച് അടിയന്തര ഘട്ടത്തിൽ ആരെങ്കിലും വിളിക്കേണ്ടതുണ്ടെങ്കിൽ അതിനെല്ലാം പ്രയാസം നേരിടുന്ന സാഹചര്യമുണ്ടാകും. വിമാനത്താവളത്തിനകത്ത് ചാർജ് ചെയ്യുവാനും മറ്റുമൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് ഇത് കൃത്യമായി ശ്രദ്ധിക്കണമെന്ന് പ്രവാസികളെ ഉണർത്തുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നോമ്പുകാലം കൂടിയാണ്. പലരും അത്താഴ സമയങ്ങളിൽ ഭക്ഷണം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ മതിയായ രൂപത്തിൽ വിമാനത്താവളത്തിന് അകത്ത് ലഭിച്ചുകൊള്ളണമെന്നില്ല. അപ്പോൾ ഇതിനെല്ലാമുള്ള ഒരു ശ്രദ്ധയും ജാഗ്രതയും ഈ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അത് ഉണ്ടായില്ലെങ്കിൽ പലപ്പോഴും അകത്ത് പ്രയാസപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെയുള്ള അധിക വസ്ത്രങ്ങളുമെല്ലാം തന്നെ ഈ ഹാൻഡ് ബാഗിൽ കഴിയാവുന്ന വിധത്തിൽ സൂക്ഷിച്ചുകൊണ്ട് വേണം നിലവിലെ സാഹചര്യത്തിൽ യാത്ര ചെയ്യാൻ. അവസാനമായി നമ്മൾ പറയുക, നിലവിലെ സാഹചര്യത്തിൽ യാത്ര മാറ്റിവെക്കാൻ സാധിക്കുന്ന വിസയിൽ കാലാവധിയൊക്കെയുള്ള അല്ലെങ്കിൽ ഇഖാമയൊക്കെയുള്ള ആളുകൾ നിലവിലെ സാഹചര്യത്തിൽ യാത്ര മാറ്റിവെക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ, എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി മുതലുള്ള സ്ഥിതിവിശേഷത്തിൽ നമ്മൾ പറയുക. കാരണം ഇന്നലെ രാത്രി മുതൽ റദ്ദായ പല വിമാനങ്ങളും ഇപ്പോഴും സാധാരണ നിലയിലേക്ക് എത്തുന്നതേ ഉള്ളൂ. ഇനി റദ്ദായവർക്ക് മറ്റൊരു വിമാനം കണ്ടെത്തി അതിലേക്ക് പോവുക എന്നുള്ളത് ഈ ഇത്രയധികം തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ പ്രയാസകരമാണ്. പ്രത്യേകിച്ച് പല GCC രാജ്യങ്ങളിൽ നിന്നും, അതുകൂടി നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം, പല GCC രാജ്യങ്ങളിൽ നിന്നും ആളുകൾ അവിടെ വിമാന സർവീസ് ഇല്ലാത്തതിനാൽ കരമാർഗം സൗദിയിലേക്ക് പ്രവേശിച്ച് ദമാമും റിയാദും ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങൾ യാത്രക്കായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യം കൂടെയുണ്ട്. പ്രത്യേകിച്ച് ജിദ്ദ വിമാനത്താവളത്തിൽ മക്ക മദീനയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് വന്ന തീർത്ഥാടകർ മടങ്ങിപ്പോകുമ്പോൾ പലപ്പോഴും ഏതെങ്കിലും കാരണവശാൽ ബോർഡിങ്ങിനും മറ്റുമൊക്കെ എത്തുന്ന സമയത്ത് വൈകിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് യാത്രക്ക് മുന്നേ തന്നെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നിങ്ങളുടെ വിമാന യാത്രയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ മെയിലും ഒപ്പം തന്നെ SMS-ഉം കൃത്യമായി സന്ദർശിക്കണം. ഇനി അതല്ല നിങ്ങൾ ഏതെങ്കിലും ട്രാവൽ ഏജൻസി വഴിയാണ് ടിക്കറ്റ് എടുത്തതെന്നുണ്ടെങ്കിൽ അവരോട് കൃത്യമായി ഇക്കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷമാണ് എയർപോർട്ടിലേക്ക് നീങ്ങാൻ. എയർപോർട്ടിലേക്ക് പോകുന്ന സമയത്ത് തന്നെ കൃത്യമായി 3 മണിക്കൂർ മുമ്പെങ്കിലും എയർപോർട്ടിനകത്ത് ലഭിക്കുന്ന സമയത്ത് വേണം നിങ്ങൾ എത്താൻ. അവസാന നിമിഷം എത്തുകയും 1.5 മണിക്കൂർ 2 മണിക്കൂർ മുമ്പൊക്കെ എത്തി ബോർഡിങ്ങിൽ ഏതെങ്കിലും കാരണത്തിൽ ഡിലേ ഉണ്ടായിക്കഴിഞ്ഞാൽ വിമാനം നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകും. ഇത്രയധികം വിശദീകരിക്കാൻ കാരണം ഇന്നലെ രാത്രി മുതലുണ്ടായ അസാധാരണമായ സൗദിയിലെ വിമാനത്താവളങ്ങളിലെ സാഹചര്യമാണ്. അതുകൊണ്ട് നിലവിലെ സാഹചര്യം ഒട്ടും ശുഭകരമല്ല. സാധാരണ രീതിയിൽ ഇറാന്റെ ആക്രമണം നടക്കുന്ന സമയം പുലർച്ചയോട് ചേർന്നിട്ടായിരുന്നു. പക്ഷേ ഇന്നലെ നേരത്തെയാണ് ആക്രമണം നടന്നത്. അതുകൊണ്ടാണ് കേരളത്തിലേക്ക് അടക്കമുള്ള വിമാന സർവീസുകളെ ഇത് ബാധിക്കുവാനും കാരണമായത്. കൂടുതൽ അപ്ഡേറ്റുകൾ, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മീഡിയ വണ്ടെ സൗദി വാട്സപ്പ് ചാനൽ വഴിയോ അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴിയോ മീഡിയ വണ്ടെ സൗദി ഇൻസ്റ്റ FB പേജുകൾ വഴിയോ എല്ലാം തന്നെ നിങ്ങൾക്ക് അപ്പോൾ ലഭ്യമാകും.